മൂരാട് മുതൽ കരിമരപ്പാലം വരെ മാർഗതടസ്സങ്ങളില്ലാതെ തട്ടുകടകൾ നടത്തി ഉപജീവന മാർഗം കണ്ടെത്തി കുടുംബം പുലർത്തുന്ന കച്ചവടക്കാരെ കുടിയൊഴിപ്പിക്കാനുള്ള നഗരസഭയുടെയും ദേശീയപാത അധികൃതരുടെയും നടപടി പുനഃപരിശോധിക്കണമെന്ന് കേരള സ്റ്റേറ്റ് ജനറൽ വർക്കേഴ്സ് യൂണിയൻ INTUC ജില്ലാ പ്രസിഡന്റ് KN അമീർ വാർത്താസമ്മേളനത്തിൽ ആവശ്യപ്പെട്ടു. വഴിയോര കച്ചവടക്കാരുടെ വിഷയങ്ങൾ ചർച്ച ചെയ്യുന്നതിന് സർക്കാർ നിർദ്ദേശപ്രകാരമുള്ള വെൻഡിംഗ് കമ്മിറ്റി നിലവിലിരിക്കെ ഈ കമ്മിറ്റി വിളിച്ചുകൂട്ടുകയോ ചർച്ച നടത്തുകയോ ചെയ്യാതെ അധികൃതർ ഏകപക്ഷീയമായ തീരുമാനങ്ങൾ നടപ്പിലാക്കുന്നത് തൊഴിലാളി വിരുദ്ധ സമീപനമാണെന്ന് നേതാക്കൾ ആരോപിച്ചു. മറ്റു തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ വഴിയോര കച്ചവടക്കാരെ ചേർത്ത് പിടിച്ച് രാഷ്ട്രീയ നിറം നോക്കാതെ സംരക്ഷണം നൽകുമ്പോൾ വടകര നഗരസഭ അധികൃതർ വഴിയോര കച്ചവടക്കാരെ ദ്രോഹിക്കുന്ന സമീപനവുമായി മുന്നോട്ടു പോകുന്നത് അവസാനിപ്പിക്കണമെന്നും നേതാക്കൾ ആവശ്യപ്പെട്ടു. ഈ വിഷയത്തിൽ അധികൃതർ ഒഴിപ്പിക്കൽ നടപടിയുമായി മുന്നോട്ടു പോവുകയാണെങ്കിൽ ഏപ്രിൽ ആദ്യവാരം നഗരസഭാ ഓഫീസ് മാർച്ച് ഉൾപ്പെടെയുള്ള സമരപരിപാടികൾ യൂണിയൻ നേതൃത്വം നൽകും. വഴിയോര കച്ചവടക്കാര കഴിഞ്ഞ 15-ാം തീയതി മുതൽ പാലയാട്ട് കടയിലുള്ള മുഴുവൻ തട്ടുകടക്കാരോട് ഒഴിഞ്ഞു പോകണമെന്നാണ് നഗരസഭാ അധികാരികളും അതുപോലെ തന്നെ നാഷണൽ ഹൈവേ അധികാരികളും പറഞ്ഞു. നാഷണൽ ഹൈവേൻ്റെ ചാർജുള്ള നമ്മൾ ജനറൽ സാറാണ്, അദ്ദേഹത്തിൻ്റെ ഓഫീസ് നന്ദിയിലാണുള്ളത്. ഞാനുമായിട്ട് ബന്ധപ്പെട്ടപ്പം പറഞ്ഞത് അവിടെ ഇൻ്റർനെറ്റ് വൃത്തിയാക്കാൻ വേണ്ടി ശുചീകരിക്കാൻ വേണ്ടിയിട്ടാണ് ഒഴിയാൻ വേണ്ടി പറഞ്ഞതാണ്. അതിനാരും ഞങ്ങൾ എതിരല്ല, ഞങ്ങൾ തയ്യാറാണ് ഒഴിഞ്ഞു കൊടുക്കുക. പക്ഷെ അവിടെ ഒരു 8 കച്ചവടക്കാരെ സാലികമായിട്ട് കച്ചവടം ചെയ്യുന്നില്ല. കുറേ ആളുകൾ ഷെഡൊക്കെ കെട്ടി വെച്ചിട്ടുണ്ട്. അവർക്ക് തോന്നുമ്പം കച്ചവടം ചെയ്യും. അവരവിടെ എന്തെങ്കിലും ശുചീകരണ പ്രവർത്തനം നടത്താതെ പോയി കഴിഞ്ഞാൽ അതിൻ്റെ ഒക്കെ കുറ്റങ്ങൾ ഏൽക്കേണ്ടി വരുന്ന ഇവിടെ സ്ഥിരമായി കച്ചവടം ചെയ്യുന്ന തൊഴിലാളികളാണ്. അതുകൊണ്ട് ഞങ്ങൾ നഗരസഭാ ചെയർമാൻ ഒരു നിവേദനം നൽകിയിട്ടുണ്ട്. ഏത് രീതിയിൽ വേണമെങ്കിലും സഹകരിക്കാൻ തയ്യാറാണ്. പക്ഷെ പെട്ടെന്നുള്ള ഒഴിപ്പിക്കൽ നടപടി പുനഃപരിശോധിക്കണമെന്ന് ആവശ്യപ്പെട്ടിട്ടുണ്ട്. പ്രക്ഷോഭം മൊത്തത്തിലുണ്ട്. ഈ മേഖലയിലെ ഒരുപാട് മേഖലയിലെ വിഷയങ്ങൾ ഉയർത്തിപ്പിടിച്ചുകൊണ്ട് ഏപ്രിൽ ആദ്യവാരം മുതൽ വിവിധ ട്രേഡ് യൂണിയൻ്റെ ആൾക്കാരെയും കൂടി കൂട്ടി യോജിപ്പിച്ചുകൊണ്ട് ശക്തമായ പ്രക്ഷോഭ പരിപാടിക്ക് നേതൃത്വം കൊടുക്കാൻ INTUC തീരുമാനിച്ചിട്ടുണ്ട്. മൊത്തം INTUCക്ക് 85 ആളുണ്ട്. അവിടെ 8 അവർ സ്ഥിരമായി കച്ചവടം ചെയ്യുന്ന 8 പേരിൽ 1, 2, 3 ആൾ കൊടുത്തിട്ടുണ്ട്. മുനിസിപ്പാലിറ്റിന്റെ തിരിച്ചറിയൽ കാർഡുണ്ട്. കേന്ദ്ര ഗവൺമെന്റ് കാര്യങ്ങളൊന്നും ചെയ്യാനില്ല. ഈ ഹൈവേ വൈഡനിങ്ങുമായി ബന്ധപ്പെട്ട് അവരാണ് അത് നീക്കം ചെയ്യുന്നതെന്നും അവർക്ക് അതിനുള്ള അധികാരമുണ്ടെന്നും നിങ്ങൾ ആരും ഇത് പ്രത്യേകിച്ച് പെർമിഷനോ കാര്യങ്ങളൊന്നും എടുക്കാണ്ടാണ് ഇത് ചെയ്തതെന്നാണ് പറയുന്നത്. കഴിഞ്ഞില്ല. മുനിസിപ്പാലിറ്റി തിരിച്ചറിയൽ കാർഡ് കൊടുക്കുന്ന വഴിയോര കച്ചവടക്കാരെ സംരക്ഷിക്കാൻ വേണ്ടി കേന്ദ്ര ഗവൺമെന്റ് നടപ്പിലാക്കിയ പദ്ധതിയുടെ ഭാഗമായിട്ട് വാർത്താ സമ്മേളനത്തിൽ P. ദസ്തഗീർ, രാജേഷ് കിണറ്റുങ്കര, നാരായണനഗരം പത്മനാഭൻ, സലീം കോട്ടക്കൽ, PT മജീദ, P. റഷീദ് എന്നിവർ പങ്കെടുത്തു.